ആ പ്രാർത്ഥന ഒരു 10,000-കണക്കിന് മനുഷ്യർ കേരളത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഒരു വരി ഇങ്ങനെയാണ്: അമ്മ ആഗ്രഹിക്കുന്ന ഒരു രക്ഷാകര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും വെളിപ്പെടുത്തി തരുവാൻ ഇടയാക്കണമേ. പണ്ട് കൃപാസനത്തിൽ വന്നിട്ടുള്ളവർക്ക് ആ പ്രാർത്ഥന ഭയങ്കര പരിചയമാണ്. അങ്ങനെ 10,000-കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മ ആഗ്രഹിക്കുന്ന, അമ്മയുടെ പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ട് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും. അതാണ് പഴയ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന 60-ാം പേജിലുള്ളതാണ്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുത്ത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വരുന്നതിന് മുമ്പ് പണ്ടൊരു പ്രാചീന പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പഴയ പ്രാർത്ഥന. അതാണ് ആദ്യം വെളിപ്പെട്ട് കിട്ടിയത്. അതിൻ്റെ അകത്ത് ഒരു വഴിയാണ് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി എന്ന്. ഈ ഉടമ്പടിയിൽ ഇത്രയും സാക്ഷ്യങ്ങൾ ആൾക്കാർ പറയുമ്പോൾ എൻ്റെ മനസ്സ് എപ്പോഴും എന്നെ ബോധ്യപ്പെടുത്തും, ഇതാണ് അമ്മ ആഗ്രഹിച്ച കൃപാവര പദ്ധതി. ഇതാണ് കൃപാസനത്തിൽ നടക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളിലും നടക്കുന്നത്. എനിക്ക് അവസാനം സാക്ഷ്യം പറഞ്ഞ ഒരു ഹൈന്ദവ സഹോദരനില്ലേ, അദ്ദേഹം അവസാനം ഒരു കമൻറ്റ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച, അത് വളരെ ഹൃദ്യമായി. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ചങ്കിലിക്കൊണ്ട് പറയണതാണത്. ശരിക്കും എത്രയോ ഇടങ്ങളിൽ പോകുന്നു, ഈ മുറ്റത്ത് മുട്ടുകുത്തുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ്. അത് അദ്ദേഹം പറയണ മാത്രമല്ല, ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. അതായത് നമ്മുടെ ഇന്ന് രാവിലെ വിജയകുമാറും അത് തന്നെ എന്നോട് പറഞ്ഞു. വിജയകുമാർ എൻ്റെ മുറി കയറിയിട്ട് ആദ്യം പറഞ്ഞത് അതാ. പക്ഷേ എന്നാ സംഭവം എന്നറിയത്തില്ല, ഒരു പ്രത്യേക ഹോപ്പ് കിട്ടുമെന്നാണ്. ഹോപ്പെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ കാര്യത്തിനും എന്തോ ഒരു വലിയ സമാധാനം ഉണ്ടാകാൻ പോകുന്നു. എല്ലാ കാര്യത്തിനും എന്തോ ഒരു വലിയ സമാധാനം ഉണ്ടാകാൻ പോകുന്നു. അത് കുറേ അധികം ആൾക്കാരുടെ ഒരു അനുഭവമാണ്. അതുതന്നെയാണ് നമ്മൾ പല വിഷയങ്ങളും കേൾക്കുമ്പോൾ. ഒരു ക്യാൻസർ രോഗി കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ക്യാൻസറാണെന്ന് എന്നോട് പറഞ്ഞപ്പോഴേ അദ്ദേഹം പറയണത് ഞാൻ ചിരിച്ചെന്നാണ് പറയണത്. ഞാൻ ഓർക്കണില്ല, സത്യം പറഞ്ഞ ഞാനങ്ങനെ ചെയ്യത്തില്ല. ഞാൻ വളരെ ആദരവോടും ദൈവതിരുസന്നിധി എളിമയോടും കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണത്. അപ്പോൾ എൻ്റെ മനസ്സ് അറിഞ്ഞ് ചിരിച്ച് കാണത്തില്ല. പക്ഷേ ക്യാൻസറെ കർത്താവ് എടുത്തു മാറ്റി. അതിന് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയുടെ ഒരു ചിരിയാണ്. ചിരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം? ഇതെല്ലാം ദൈവത്തിൻ്റെ കീഴിലാണ്. എൻ്റെ ദൈവവേദന, നീ ഒരു തീരുമാനം ഉള്ളിലെടുക്കണം. വിശ്വാസം ഒരു സങ്കല്പമല്ല, അതൊരു സമർപ്പണമാണ്. നീ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, വിശ്വാസം കൊണ്ട് ദൈവം എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്തും നിറവേറ്റാൻ ഞാൻ സന്നദ്ധയാണെന്നുള്ളത് നീ ദൈവത്തോട് മുൻകൂറായിട്ട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പറയണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം എൻ്റെ ജീവിതത്തിലെ സന്തോഷത്തോടെ നിറവേറ്റാനും സാക്ഷ്യമായി ജീവിക്കുവാനും എൻ്റെ സന്നദ്ധതയെ ഓ ദിവ്യകൃപാനയിലെ എഴുന്നള്ളി വസിക്കുന്ന എൻ്റെ കർത്താവേ അങ്ങയെ അറിയിക്കുന്നു. എന്നെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓരോ
യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിശ്വാസത്തെക്കുറിച്ച് രണ്ടാമത് എൻ്റെ മക്കൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം, പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം, കർത്താവേ നിൻ്റെ വചനങ്ങൾ ഒരു പുതിയ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ അഭിഷേകം നൽകണമേ. പ്രാർത്ഥിച്ചേ. കർത്താവേ നിൻ്റെ വചനങ്ങൾ ഒരു പുതിയ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ ഈശോയെ ഇപ്പോഴെന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പുതിയ മനസ്സെന്നുള്ളത് വെളിപാടാണ്. ആരാധനയിൽ ഇപ്പോഴ് കർത്താവ് നൽകുന്ന വെളിപാടാണ്. അപ്പോൾ അതേ അനേകം മക്കൾക്ക് ഈ പുതിയ മനസ്സുകൾ, അതായത് പുതിയൊരു മനസ്സുകൊണ്ട് കർത്താവിൻ്റെ വചനം, കാര്യം കർത്താവിൻ്റെ വചനം സർവകാലത്തേക്കും ഉള്ള സത്യമാണ്. ഈ വചനം സത്യമാണെന്നൊരു ബോധ്യം കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാകും. നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകാത്തതിൻ്റെ കാരണം വചനത്തിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം, പക്ഷേ അത് സത്യമാണെന്ന് ആന്തരികമായ ബോധ്യമില്ലാത്തതാണ്. അതാണ് നിങ്ങളുടെ ദൈവിക ഇടപെടൽ താമസിക്കാൻ കാരണം. വചനം സത്യമാണെന്നുള്ളത് ഒരു പുതിയ മനസ്സുകൊണ്ട് ബോധ്യപ്പെടാനാണ് ഇപ്പോഴേ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഈ ഉടമ്പടിയുടെ നിബന്ധനകളില്ലേ, ഉടമ്പടി നിബന്ധനകൾ എന്താ ശരിക്കും പറഞ്ഞാൽ? പഴയ നിയമത്തിലെ കൽപ്പനകളെക്കുറിച്ച് പറയണത് കർത്താവിൻ്റെ വചനങ്ങളെന്നാണ് പറയണത് ഇല്ലേ? നിബന്ധന എന്ന് പറഞ്ഞാലും ശരിക്കും എന്താണത്? കർത്താവിൻ്റെ വചനങ്ങളാണ്. നമ്മളതിനെ ഘടന തിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മളതിനെ ഒരു പേരിട്ടിരിക്കുന്നത്. നിബന്ധനയായാലും കൽപ്പനയായാലും ബേസിക്കായിട്ട് അതെന്താണ്? കർത്താവിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ നീയൊരു രോഗി ശുശ്രൂഷ നടത്തുമ്പോഴും നീയൊരു പ്രേക്ഷിത ജോലി ചെയ്യുമ്പോഴും നിറവേറ്റുന്നത് എന്താണ്? കർത്താവിൻ്റെ വചനങ്ങളാണ്. കർത്താവിൻ്റെ വചനങ്ങൾ ആരാണ് നിറവേറ്റണതെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? കർത്താവിൻ്റെ വചനങ്ങൾ എല്ലാവർക്കും നിറവേറ്റാൻ പറ്റത്തില്ല. നിറവേറ്റാമായിരിക്കും, പക്ഷേ കർത്താവിൻ്റെ അക്കൗണ്ടിലാകത്തില്ല, കർത്താവിൻ്റെ പേരിൽ ആകത്തില്ല. അതാണ് പ്രശ്നം. കർത്താവിൻ്റെ വചനങ്ങൾ നിറവേറ്റാൻ പറ്റും, പക്ഷേ കർത്താവിൻ്റെ പേരിലായിരിക്കത്തില്ല. ഇപ്പം നിന്നോട് കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ പറഞ്ഞു, പക്ഷെ നീ സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഒരു സ്വർണ്ണമാല വാങ്ങിക്കാൻ പറഞ്ഞു, നീ സ്വർണ്ണമാല വാങ്ങിക്കുന്നു. അപ്പോൾ സ്വർണ്ണമാലയും ബില്ലും കൊണ്ടുവന്ന് നീ വാങ്ങിക്കാൻ പറഞ്ഞ ആളിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അയാൾ ബില്ല് വായിക്കുകയാണ്. ബില്ല് വായിക്കുമ്പോൾ ഉദാഹരണം ത്രേസ്യ ആൻ്റണി. ആരാണത്? ത്രേസ്യ ആൻ്റണി ആരാണ്? വാങ്ങിച്ച ആളാണ്. അതെന്നാ പറ്റിയത്? കാശ് കൊടുത്ത് വിട്ട് സ്വർണം മേടിക്കാനുള്ള ആൾ അവൻ്റെ പേരിൽ മേടിച്ചുകൊണ്ട് പോകുന്നു. ഭയങ്കര കള്ളത്തരമാണ്. ഇതുപോലെ സംഭവിക്കും വിഷയങ്ങളാണ്. അതായത് ദൈവത്തിൻ്റെ വചനങ്ങൾ ആർക്ക് വേണമെങ്കിലും പാലിക്കാം.
വിശ്വാസിക്കും പാലിക്കാം, അവിശ്വാസിക്കും പാലിക്കാം. ആരാണ് വചനം പാലിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ പേരിൽ ആരാണ് വചനം പാലിക്കണത് അവനാണ് കർത്താവിനെ സ്നേഹിക്കുന്നവൻ. കാര്യം വചനം പാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണത് ഒരു വിഷയമായിട്ടാണ് ഈശോ എടുക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള കർത്താവിൻ്റെ അടിമനസ്സ് നമ്മൾ അറിയേണ്ടതാണ്. അത് വളരെ ഗൗരവതരമായിട്ട് വിശ്വാസി വീക്ഷിക്കേണ്ട വിഷയമാണ്. എന്താണ്? വചനം പാലിക്കണതും ദൈവത്തെ സ്നേഹിക്കണതും വൺ ആൻഡ് എ സെയിം ആക്ഷനായിട്ടാണ് കർത്താവ് കൗണ്ട് ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും നിങ്ങൾ ഉടനെ മനസ്സിൽ പറയണം, കർത്താവേ, ഞാനിത് ചെയ്യണത് എൻ്റെ ഉത്തരവാദിത്തം കൊണ്ടെന്നതിനേക്കാൾ ഉപരി നിന്നോടുള്ള സ്നേഹത്താലാണ്. അത് മസ്റ്റായിട്ട് പറയണം. ഒന്ന് പറഞ്ഞേ, കർത്താവേ, ഉടമ്പടി പ്രകാരം ഞങ്ങൾ എന്ത് ചെയ്താലും ഉടമ്പടിയുടെ നിബന്ധനകള് നിറവേറ്റുന്ന സാങ്കേതിക വിഷയത്തെക്കാൾ ഉപരി അങ്ങയോടുള്ള ആത്മബന്ധത്തിന്റെ സ്നേഹപ്രകാശനമായി അത് കരുതണമേ എന്ന് ദിവ്യ ഈശോയെ അപേക്ഷിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ, ജീവനേ സ്വന്തമേ, അങ്ങേ വാരി ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ, ജീവനേ സ്വന്തമേ, അങ്ങേ മാറി ചാരുന്നു ഞാൻ. ആരാധന, 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 ആരാധന. സ്നേഹത്തോടെ, സ്നേഹത്തോടെ ആരാധന, 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 ഭാഷാപരത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗങ്ങൾ സൗഖ്യപ്പെടാൻ വേണ്ടി ഭാഷാപരത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, മാരക രോഗങ്ങള് യേശുനാമത്തിൽ, മാരക രോഗങ്ങള് യേശുനാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ, തീരവ്യാധികള് യേശുനാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും കോശങ്ങളുടെ മെറ്റാബോളിസം നടക്കണില്ല. കോശങ്ങളുടെ ഇത് മെഡിക്കൽ ടേമാണ്. അതായത് വല പോലെയുള്ള കോശപ്പാളികളെയാണ് കാണുന്നത്. കോശങ്ങൾ മെറ്റാബോളിസം എന്ന് പറയുമ്പോൾ കോശങ്ങളിലേക്ക് നമ്മുടെ മിനറൽസ് ചെന്ന് കോശങ്ങൾ വികസിച്ച് പൊട്ടി വളർന്ന് ശരീരം വെയിറ്റ് വെക്കുന്ന ഒരു പരിപാടി നടക്കണില്ല. അതുകൊണ്ട് വെയിറ്റ് ലൂസ് ചെയ്ത് വരുന്ന രോഗത്തെ കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ,
ഒരു പുന്നക്കയെ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു മുഴയാണ് ശവമാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ കാലാന്തരത്തിൽ ഇത് പഴുത്തു വരും. ഇപ്പോഴല്ലെങ്കിലും ഒരു കുറേ കാലം കഴിയുമ്പോൾ ഇത് പഴുത്ത് വന്നിട്ട് മാരകമാകും. ആ രോഗത്തെ കർത്താവ് ഇപ്പോഴും സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. വലത് കിഡ്നിക്ക് പ്രയാസമുണ്ടെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളവർക്ക് വലത് കിഡ്നിയുടെ അവിടെ ബാക്കിൽ അച്ഛൻ വെച്ചിരിക്കുന്ന പോലെ കൈവെക്കാവുന്നതാണ്. വലത് കിഡ്നിക്ക് പ്രയാസമുണ്ടെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്ന വ്യക്തികൾക്കാണ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാം. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവാകാം, അപ്പനാകാം, ചിലപ്പോൾ ഇവിടെ ഉണ്ടാവത്തില്ല, രോഗി വീട്ടിലാകാം, കുഴപ്പമില്ല. നിങ്ങൾ ഈശോ നാമത്തിൽ ആ രോഗിയുടെ സൗഖ്യത്തിന് വേണ്ടിയും നിങ്ങളുടെ ആ വലതുവശത്ത് ഈശോ നാമത്തിൽ കൈവച്ചുകൊണ്ട് സ്തുതിയുടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit. Touch with the fire finger. I command you in the name of Jesus Christ to be healed. I sign with the sign of cross, so that it will again suffer from the same pieces. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർക്ക് ഇപ്പോൾ കണ്ണിൽ കൈവെക്കാവുന്നതാണ്. കർത്താവ് നൽകുന്ന ദർശനത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് നമ്മൾ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ കണ്ണിന് പോളക്ക് കനം തൂങ്ങുക, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരിക, ഡബിൾ വിഷൻ രണ്ടായിട്ട് കാണുക, കണ്ണിന് ഭാരമുണ്ടാവുക, കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അവിടെ അച്ഛൻ ഇങ്ങനെ കൈ വെച്ചിരിക്കുന്ന പോലെ രണ്ട് കൈകളും വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്യട്ടെ. Lord Jesus Christ, Lord Jesus Christ, Lord Jesus Christ, pour out His Spirit. Lord Jesus Christ, pour out His Spirit. The fire finger, soak with the precious blood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, കൃപാസനം അൾത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ, യേശു നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന ഇപ്പോൾ നമ്മൾ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തുന്നത് ഈ നടുവെല്ലാണ്. അതായത് ഈ സ്പോണ്ടിലോസിസിൻ്റെ അല്ല ഈ നമ്മുടെ പിൻകഴുത്ത് മുതൽ നമ്മുടെ നടുവിൻ്റെ മൂട് വരെയുള്ള സ്ഥലങ്ങളിലുണ്ടാകുന്ന നടുവെല്ലിൻ്റെ കശേരുക്കളാകാം, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇവിടെ നീർക്കെട്ടലാകാം, ഇടർച്ചയാകാം, ഞരമ്പ് കുരുങ്ങിയതാകാം, അല്ലെങ്കിൽ ബലക്ഷമാകാം, അല്ലെങ്കിൽ വളഞ്ഞതാകാം, എന്തുമായിക്കോട്ടെ. അവിടെ നിങ്ങൾ അച്ഛനെ കൈവച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ കൈവെക്കുക. ഇങ്ങനെ കൈവച്ചുകൊണ്ട് അതിശക്തമായ സ്തുതിയുടെ. ഹല്ലേലൂയ. നല്ലവനായ ശിമിശായെ, കർത്താവ് ശിമിശായെ, നടുവെല്ലിനെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നടുവെല്ലിനെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നടുവെല്ലിനെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കശേരുകൾ, ഞരമ്പ് കുരുക്കങ്ങൾ, കർത്താവേ, ഞരമ്പിന് വളവുകൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിപൂർണമായി സൗഖ്യം പ്രാപിക്കട്ടെ. തുല്യം ചെയ്യാൻ സുതുലഹലും
യേശുവേ തുല്യം ചെയ്യാൻ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ ജീവനേ സ്വന്തമേ അങ്ങേ ജീവനെ സ്വന്തമേ ജീവനേ സ്വന്തമേ അങ്ങേ ആരാധന 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 ഹല്ലേലൂയ 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 ഓ ജീസസ് ഭാഷാപരത്തെ പ്രാർത്ഥിക്കട്ടെ കർത്താവേ കർത്താവേ സ്പർശിക്കണമേ കർത്താവേ കർത്താവെ സ്പർശിക്കണമേ കർത്താവേ കർത്താവെ സ്പർശിക്കണമേ കർത്താവേ ഭാഷാപരത്തെ സൂചിക്കണ ഹല്ലേലൂയ കർത്താവെ സ്പർശിക്കണ കർത്താവേ കർത്താവെ അധ്വനി കാഴ്ച നൽകിയവനെ ഈശോ ചെകിടിന് കേളി നൽകിയവനെ ഈശോ 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 ചെടികൾ നൽകുവനെ ഈശോ ഊമനെ സംഭാഷണം നൽകുവനെ ഈശോ മഹോദരനെ സുഹൃത്തവനെ ഈശോ മരിച്ചവനെ ഉയർപ്പിച്ചവനെ ഈശോ മാർഗരോഗങ്ങള് തിരവേദികള് മാർഗരോഗങ്ങള് ഉദര രോഗങ്ങള് കിഡ്നി രോഗങ്ങള് കരൾ രോഗങ്ങള് ഹൃദയ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോട പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആരാധിക്കുമ്പോൾ ദിവ്യമായ സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഞങ്ങൾ ചിന്തിക്കുമ്പോൾ നിന്നെ ഓർക്കുമ്പോൾ കർത്താവേ ഞങ്ങളിലെ നിന്റെ നാമനിമിത്തമുള്ള കൃപ നിറയണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങ് സ്നാനപ്പെടുത്തണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങളുടെ പ്രവൃത്തികളെ സ്വർഗത്തിന്റെ സാക്ഷ്യമാക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. ആരാധന 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 സുന്ദര ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജനിതകമായ വൈകല്യം കാരണം മക്കളില്ലാത്തവരെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന
കർത്താവിൻ്റെ സ്പർശമായി അടയാളം കിട്ടിക്കഴിഞ്ഞാൽ അൾത്താറയിൽ നൽകുന്ന ദൈവികമായ സത്യസാക്ഷ്യങ്ങൾ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അതെപ്പോഴും ഓർത്ത് വേണം. കർത്താവേ, ഇതുപോലെ ദർശന വെളിപാടുകൾ വരുമ്പോൾ പറയുമ്പോൾ അപ്പം തന്നെ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോഴേ കേട്ട എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ ഡിസംബറിൽ സാക്ഷ്യം പറയും. നിങ്ങൾ വായിക്കോ, നിങ്ങൾ കേട്ടോ. അടുത്ത ഡിസംബറിൽ ഇപ്പം നടന്ന കർത്താവിൻ്റെ ഇടപെടലുകൾക്കെല്ലാം കൃത്യമായി നിങ്ങൾക്ക് അനുഭവവേദ്യവും സ്പർശവുമായി നിങ്ങളത് തിരിച്ചറിയാം. അപ്പോൾ നിങ്ങൾ ഡിസംബറിൽ സാക്ഷ്യം പറയും. അതിനുള്ളിൽ കർത്താവ് തന്നിട്ടുള്ള അടയാളങ്ങൾ, സമ്മർദ്ദമുണ്ടെങ്കിൽ, ആന്തരിക സമ്മർദ്ദമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പറയാം. ലാസ്റ്റ് മന്താണ് അച്ഛൻ ഇപ്പോൾ പറയണത്. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇപ്പോഴും ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ തിരുവചനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും. ആ വചനം എന്നോട് പറഞ്ഞ, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. ഇപ്പം നമ്മൾ ഉടമ്പടി നിബന്ധനകൾ നിയോഗങ്ങൾ എഴുതിയിരിക്കണത് നമുക്കിഷ്ടമുള്ളതല്ലേ, അല്ലേ? ആ ചോദിക്കാമെന്നാ പറയണേ. മനസ്സിലായില്ലേ? നമ്മൾ ഉടമ്പടി വെള്ളപ്പേപ്പർ എഴുതിയിരിക്കണത് എന്താ? നമുക്ക് ഇഷ്ടമുള്ളതാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? അല്ലാതെ അച്ഛൻ പറഞ്ഞിട്ട് അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ചല്ലല്ലോ എഴുതിയിരിക്കണത്. ഇല്ല, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരവും അല്ല എഴുതിയിരിക്കണത്, നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. ഭൗതിക കാര്യങ്ങളെ നമ്മുടെ ഇഷ്ടപ്രകാരം വിവേചിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. മനസ്സിലായില്ലേ? പക്ഷേ എന്താ പ്രശ്നം? എൻ്റെ വചനം നിങ്ങൾ കേൾക്കുകയും വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യണം. അതാണ് പ്രശ്നം. ഇപ്പോൾ ഉടമ്പടി നമ്മൾ 3 മാസം, 6 മാസം, 9 മാസം, 12 മാസം. ആ 12 മാസം കഴിഞ്ഞാൽ എന്നാ ചെയ്യും? പിന്നെ ഉടമ്പടി പുതുക്കാനൊന്നും പറ്റത്തില്ല. മാക്സിമം 1 വർഷത്തേക്കാണ് ഉടമ്പടി നമ്മൾ ചെയ്യണത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പറയത്തില്ല, പുതുക്കാൻ പറയത്തില്ല. പക്ഷെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? അതിൽ നിലനിൽക്കണം. മനസ്സിലായില്ലേ? കാര്യം എന്താണ്? വാഗ്ദാനമാണ്. അച്ഛൻ എപ്പോഴും പറയാമല്ലോ, വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാഗ്ദാനമാണ്. വാക്കിൻ്റെ ഉള്ളിൽ ദാനമുണ്ട്. ഈ ദാനം എന്ന് പറയുന്നത് എപ്പോഴായാലും ഇത് പാലിക്കപ്പെടും. കാര്യം എന്താണ്? കർത്താവാണ് ആ ദാനം വെളുപ്പിച്ച്. വാക്കിൻ്റെ ഉള്ളിൽ ദാനമുണ്ട്. ദൈവവചനവും മനുഷ്യൻ്റെ വചനവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മനുഷ്യൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ ദാനമില്ല. അത് സാധാരണയായിട്ടുള്ള ശൂന്യവചനങ്ങളാണ്. ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം പ്രഗ്നൻ്റ് വിത്ത് പ്രോമിസാണ്. എല്ലാ വചനത്തിനും ഗർഭമുണ്ട്. എന്താണ്? വാഗ്ദാനത്തെ ഗർഭം ധരിച്ചിരിക്കുക. ഇതെപ്പോൾ വേണമെങ്കിൽ ഡെലിവറി ചെയ്യാം. 10 മാസമാകാം, അല്ലെങ്കിൽ 12 മാസമാകാം. ഇത് ഡെലിവറി ചെയ്യണത് ആ വിഷയത്തിന് അനുപേക്ഷണീയമായിട്ടാണ്. ചില കാര്യം, ഇപ്പം നിൻ്റെ വസ്തു വിൽക്കണം, അപ്പം നിൻ്റെ ഏറെ സന്തോഷമാണ്. നമ്മളുടെ വസ്തു വിറ്റാൽ നമ്മൾക്കിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? വീട് വെക്കാൻ പറ്റുമായിരിക്കും. അതായിരിക്കും നിൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ വസ്തു ദൈവം ഇപ്പോൾ വിൽപ്പിക്കണില്ലെന്ന് വിചാരിച്ചോ? ഇല്ലേ? വിജയകുമാർ സാർ പണ്ടൊരു വസ്തു വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അത് ആ കാലങ്ങളിലൊക്കെ ഭയങ്കര കുരുക്കായിരുന്നു.
ആ വസ്തു വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ വസ്തു വിൽക്കാൻ പറ്റിയ പരിപാടിയായി വന്നപ്പോൾ 5-10 കൊല്ലം കഴിഞ്ഞ് എന്ത് പറ്റി? ഇപ്പോൾ എന്നെ കഴിഞ്ഞ മാസമൊക്കെ കൊണ്ടുപോയി ആ സ്ഥലമൊക്കെ കാണിച്ചു. അവിടെയൊക്കെ ബസ് സ്റ്റാൻഡ് വരുന്നു, പുതിയ പുതിയ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ വരുന്നു അല്ലേ? അപ്പോൾ സാർ എന്നോട് വണ്ടിയിരുന്ന് മൊത്തം പറയരുന്ന്, ഇതൊക്കെ ചുമ്മാ 10-35 ലക്ഷത്തിന് വാങ്ങിച്ചതാണ്, ഇപ്പോൾ ഇതിന് 1 കോടി 2 കോടിയൊക്കെ വിലയാണ്. അപ്പോൾ അന്നത് വിറ്റ് പോയിരുന്നെങ്കിൽ എന്നാ നഷ്ടമാണ് വരാൻ പോണത്? അപ്പം ചില കാര്യങ്ങൾ നീ ചോദിച്ചാലും ദൈവം നിനക്ക് തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവം വാഗ്ദാനം പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഉടനെ ആ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോരരുത്. നിലനിൽക്കണം. നിലനിൽപ്പ് പ്രധാനപ്പെട്ട വിഷയമാണ്. പറഞ്ഞ മനസ്സിലായില്ല? അതാണ് കർത്താവിൻ്റെ വചനം 15:7 പറയണത്. എന്താ പറയണത്? അത് നീ എൻ്റെ വാക്ക് പാലിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്താൽ. നിബന്ധനകൾ എപ്പോഴും കണ്ടീഷൻസ് ആണെന്നറിയാം അല്ലേ? നിലനിൽക്കുകയും ചെയ്താൽ നിനക്കിഷ്ടമുള്ളത് ചോദിക്കാം, അത് നിനക്ക് ലഭിക്കും. അപ്പോൾ നിബന്ധനകളിൽ നിലനിൽക്കണമെന്ന് പറയണത് ഒരു വിഷയത്തിൽ നിലനിൽക്കണതല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതാണ്. അത് നിബന്ധന പാലിക്കുന്ന എല്ലാവരും സാങ്കേതികമായിട്ടൊരിക്കലും ഉടമ്പടിയെ കാണരുത്. ഉടമ്പടിയുടെ ഒരു പാലം നമ്മുടെ ചങ്കിലും ഒരു പാലം ഒരറ്റം ദൈവത്തിൻ്റെ ചങ്കിലുമാണ്. 2 ചങ്കും തമ്മിലുള്ള കണക്ഷൻസാണ്, അല്ലാതെ ഒരു പ്രവർത്തന രീതികളൊന്നുമല്ല. ഉടമ്പടിയുടെ അടുത്ത അറ്റം എവിടെയാണ്? കർത്താവിൻ്റെ ഹൃദയത്തിലേക്കാണ് സംഭവം ചേർന്ന് ചെന്നിരിക്കുന്നത്. അതെന്താണ്? നീ നിൻ്റെ ദൈവവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ നിലനിൽപ്പാണ്. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ചാണ് അവസാന കാലങ്ങളിലെല്ലാം പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ കുർബാന സ്ഥാപിച്ചു കഴിഞ്ഞ് യോഹന്നാൻ കുറേ അധ്യായങ്ങൾ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കുർബാന സ്ഥാപിക്കുന്നത്, സ്നേഹത്തിൻ്റെ കൂദാശ സ്ഥാപിക്കുന്നത് 13-ാം അധ്യായത്തിലാണ്. പിന്നെ ആ മനുഷ്യൻ പറഞ്ഞു കൂട്ടിയത് 20-ാം അധ്യായം വരെ മൊത്തം സ്നേഹത്തെക്കുറിച്ചാണ്. ചുമ്മാ സ്നേഹത്തെക്കുറിച്ചല്ല, നീയും അവനും തമ്മിലുള്ള ഏർപ്പാടിനെക്കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് കർത്താവ് അതിക്ക് മുമ്പൊരു കാര്യം പറഞ്ഞു. എന്നാ പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന്. സ്നേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇഫക്റ്റ് ഓഫ് ലവ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇഫക്റ്റ് ഓഫ് ലവ് എന്നുവെച്ചാൽ കർത്താവ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ, ഇപ്പം പിതാക്കന്മാരെ കുർബാന കഴിഞ്ഞപ്പോൾ പിതാക്കന്മാർ എൻ്റെ മുറി വന്ന് പറഞ്ഞത്, അച്ഛാ എന്നായെങ്കിലും ഒക്കെ ഇവിടെ ഈ ചൂട് കുറയാൻ വേണ്ടി ഏർപ്പാടുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് 2 പിതാക്കന്മാരും പോയത്. ഞങ്ങൾ പഠിച്ച പണി 18 കഴിച്ച് ഞാൻ പറഞ്ഞു, പിതാവേ ധ്യാനകേന്ദ്രം മാറ്റി സ്ഥാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം അത്രക്കേറെ പൊള്ളുന്നുണ്ട് ഇവിടെ ശരിക്കും അല്ലേ? ഞങ്ങൾക്കും. ഞാൻ 5 ഉടുപ്പ മറ്റു കിട്ടിയിട്ടുണ്ട്. ഒരു ബനിയൻ, പിന്നെ ഒരു ജുബ്ബ, പിന്നെ ഒരു ജുളാഹ. അത്യാവശ്യം നിങ്ങളെക്കാൾ ഒരു പേപ്പർ കൂടുതലാണ്. പക്ഷെ ഇട്ട് പരിചയിച്ച കാരണം അത്രയും പ്രശ്നമില്ല. ഞാൻ പിന്നെ ഇതിങ്ങനെ കുറേ വർഷങ്ങളായല്ലേ ഇടുന്നത്. എന്നാലും പൊള്ളലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സിറ്റുവേഷനിൽ നമ്മൾ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പൊള്ളുന്ന സിറ്റുവേഷനിലൂടെ പോകുമ്പോഴും, അത് ഇതൊരു ഉദാഹരണമല്ല, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ യഥാർത്ഥ ജീവിതാനുഭവങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മളെപ്പോഴും നോക്കേണ്ടത് ഈ സ്നേഹത്തിൽ തന്നെയാണോ നമ്മൾ വസിക്കുന്നതെന്ന്. കാരണം ഇഫക്റ്റ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഫലങ്ങൾ ഭയങ്കരമാണ്. എന്താണ് സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് വെളിപാട്. ഇപ്പോൾ യോഹന്നാൻ 14:21 നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിലെ കുടികൊള്ളുകയും ചെയ്താൽ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അത് അപ്പോൾ ഈ വെളിപാട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കും ഇത് ഉടമ്പടി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ദൈവികമായ വെളിപാടിനെ നോക്കി പാർക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. അവർക്ക് IELTS എഴുതി അവർ തോറ്റു. അവർക്കൊരു മൊഡ്യൂൾസും കിട്ടുന്നില്ല. അപ്പോൾ അവരോട് കൂട്ടുകാരെല്ലാം പറഞ്ഞു, നീ മര്യാദയ്ക്ക് കോച്ചിങ്ങിന് പോകും. നീ കോച്ചിങ്ങിന് പോയിട്ട് നല്ല തറവായിട്ട് സംഭവം പഠിച്ചതിന് ശേഷം
1, 2, 3 മാസം കഴിയുമ്പോൾ ഡേറ്റ് എടുത്ത് നീ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവളുടെ കർത്താവ് എന്നാ പറയണത്? അടുത്ത മാസം തന്നെ ഡേറ്റ് എടുക്കാൻ പറയുകയാണ്. ആന്തരികമായ വെളിപാടാണത്. പറഞ്ഞ മനസ്സിലായില്ല? അടുത്ത മാസം തന്നെ ഡേറ്റ് എടുക്കാൻ പറയുകയാണ്. അപ്പോഴവൾ കണ്ണും പൂട്ടി അപ്പം തന്നെ ഡേറ്റ് എടുക്കും. ഒന്നും പഠിച്ചിട്ടില്ലേ? പക്ഷേ വെളിപാട് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് വിഷയം. അപ്പോൾ നിങ്ങൾക്ക് വെളിപാടെന്ന് പറയുമ്പോൾ ദൈവവചനമാണ് വെളിപാടെന്ന്. ഇത് ഒരു വെളിപാടാണ്, ഏറ്റവും വലിയ അൾട്ടിമേറ്റ് റെവലേഷനാണിത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ നീ നടക്കാനുള്ള വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്നല്ലേ സങ്കീർത്തകൻ പറയണത്. ഇപ്പോൾ 32-ാമത്തെ സങ്കീർത്തകം വായിക്കുമ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓഡിയോ കൃപാസനത്തിൽ വന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ദൈവം നമ്മളെ വെളിപ്പെടുത്തണം, ഇല്ലേ? അതിനാണ് ഈ 14:21 വചനമുള്ളത്. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും നിങ്ങൾ എന്നെ വസിക്കുകയും ചെയ്താൽ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. കാര്യം പൗലോസും ഈ വെളിപാടിനോടുകൂടി യോജിക്കുന്ന ആളാണ്. കാര്യം പൗലോസ് പറയണത് ഇപ്പോൾ 1 കൊറിന്ത്യൻസ് 2:15 ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. പ്രൈസ് ദി ലോർഡ്. 1 കൊറിന്ത്യൻസ് 2:15 ഒന്ന് പറഞ്ഞേ. ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. അപ്പോൾ നമുക്ക് സ്വയം തീരുമാനമെടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഇഫക്റ്റാണത്. ഇഫക്റ്റ് ഓഫ് ലവ് ആണ്. കാര്യം അത് യോഹന്നാൻ 14:21 എന്താണ്? കർത്താവിൻ്റെ വചനം നമ്മൾ പാലിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ്? അങ്ങനെ വന്നാൽ ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തും. വെളിപാടുകൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ചുള്ള വെളിപാടുകൾ നമുക്ക് നൽകണത്. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു നിങ്ങളിപ്പോൾ ഇത് ഇലക്ഷൻ കഴിയുമ്പോൾ മിക്കവാറും ഷെയർ മാർക്കറ്റ് കുതിച്ച് കയറും. അപ്പോൾ ഇന്ന കമ്പനിയുടെ ഷെയർ എടുത്തിട്ടുകയാണെങ്കിൽ ഇലക്ഷൻ കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ 10 രൂപ ഷെയർ ആണെങ്കിൽ 100 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറയും, ഇല്ലേ? ചിലർ വന്ന് പറയും. എന്നിട്ട് അവർക്ക് കിട്ടി ഇവർക്ക് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ വന്നടിച്ച് അതിൻ്റെ അകത്ത് വീട് നമ്മുടെ കാശ് പോകും. പക്ഷെ പലപ്പോഴും നമുക്ക് വെളിപാടുകൾ ആവശ്യമായി വരും, ഇല്ലേ? ഇതുപോലെയുള്ള നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത ആന്തരിക ബോധ്യം ഒരു വിഷയത്തിൽ നമുക്ക് തുളുമ്പാത്ത. ഞാൻ മെസ്സേജ് എടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ടെക്നിക്കൽ പെർഫെക്റ്റ് മെസ്സേജ് ആണെങ്കിൽ ആത്മാവ് തുളുമ്പത്തില്ല. അതാണ് നമുക്ക് എൻ്റെ ഡിക്റ്റേഷൻ വരണത്. തുളുമ്പുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം പോലും തുള്ളി പോലും താഴെ ശരിയാകും, ഒരു വൈബ്രേഷൻ ഉണ്ടാകത്തില്ല. ഈ വൈബ്രേഷൻ ഇല്ലാതെ അൾട്ടിമേറ്റായിട്ട് നമുക്ക് ബോധ്യം കിട്ടും. അൾട്ടിമേറ്റായിട്ട് ബോധ്യം അഭിഷിക്തർക്ക് മാത്രമല്ല. 14:21 അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ചെയ്യുന്ന നിബന്ധനകൾ, ഉടമ്പടി നിബന്ധനകൾ അത് കർത്താവിനുള്ള സ്നേഹത്തെ പ്രതിയാണെന്നുണ്ടെങ്കിൽ ആ നിബന്ധന പാലിക്കുമ്പോൾ കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുന്ന കാരണം ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. അപ്പം ഈശോനെ തന്നെ വെളിപ്പെടുത്തണമെന്ന് എന്താണ് വെളിപ്പെടുത്തുന്നത്? ഈശോൻ്റെ മനസ്സാണ് വെളിപ്പെടുത്തുന്നത്. അതാണ് 1 കൊറിന്ത്യൻസ് 2:15 ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. നിൻ്റെ വിവാഹത്തെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, വീടിനെക്കുറിച്ച്, സ്ഥലത്തെക്കുറിച്ച് കർത്താവിനൊരു മനസ്സുണ്ട്, ഇല്ലേ? എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതാണ് ദൈവത്തിൻ്റെ മനസ്സ്. അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ എന്താണത്? അതാണ് ദൈവത്തിൻ്റെ മനസ്സ്. നിൻ്റെ കച്ചവടം, നിൻ്റെ ജോലി, നിൻ്റെ യാത്ര, എല്ലാത്തിനെക്കുറിച്ചും ദൈവത്തിനൊരു മനസ്സുണ്ട്. ഈ മനസ്സ് നിങ്ങൾക്കറിയാൻ പറ്റും ഈ നിബന്ധന കൃത്യമായിട്ട് പാലിച്ചാൽ. നിബന്ധന കൃത്യമായിട്ട് പാലിച്ചാലെന്ന് വെച്ചാൽ എണ്ണിത്തൂക്കി സാങ്കേതികമായിട്ട് പാലിക്കുകയല്ല. പാലിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവിനോട് പറയാം, കർത്താവേ ഞാനിതൊക്കെ ചെയ്യണത് നിന്നോടുള്ള സ്നേഹത്താലാണ്. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
നമ്മുടെ ധ്യാന വിഷയം എന്താണ്? നിബന്ധനയും ആസ് എൻ ഇഫക്റ്റ് ഓഫ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ അഥവാ പ്രത്യാഘാതങ്ങൾ. അതെന്താണ്? ഒന്ന് വെളിപാടാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഫലം എന്താണ്? ജീവിതത്തെക്കുറിച്ചുള്ള ആന്തരിക വെളിപ്പെടുത്തലുകൾ. രണ്ടാമത്തത് എന്താ? ഇഫക്റ്റ് ഓഫ് ലവ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്ന് പറഞ്ഞേ, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കും. അതാണ് സംഭവം. ഈ എപ്പോഴും അച്ഛൻ പറയും, ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ മാതാവ് കൂടെ വരുമെന്നൊക്കെ പറയത്തില്ലേ? അത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാകുമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാകണത് അതിൻ്റെ വചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഈ യോഹന്നാൻ്റെ സുവിശേഷം 14:23 നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് ഒന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വസിപ്പ് ഉറപ്പുവരുത്തുന്നത് എന്താണ്? ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുമ്പോഴാണ്. ഈ നിബന്ധനകൾ സംഭവം ഭയങ്കര ഒരു മാഗ്നറ്റാണ് ശരിക്കും. നിബന്ധനകൾ നിങ്ങൾ എഴുതി 6 നിബന്ധനകളില്ലേ? 6 നിബന്ധനകളുടെ എന്ന് അത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഫലമെന്ന് പറയണത് അത് ദൈവസ്നേഹത്താലാണ് നമ്മൾ ചെയ്യണത്. ചെയ്ത് കഴിയുമ്പോൾ നമ്മളെയും ദൈവത്തെയും തമ്മിൽ ഐക്യപ്പെടുത്തും. അപ്പോൾ അതിന് കുറേ ഇഫക്റ്റുകൾ ഉണ്ടാകും. അതിലൊരു ഇഫക്റ്റാണ് പ്രിലിമിനറി. അതിൻ്റെ പ്രിൻസിപ്പൽ ഇഫക്റ്റ് എന്താ? അതിൻ്റെ മുഖ്യമായ ഒരു ബലമെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ കാശുരൂപമൊക്കെ ധരിച്ച് കൂടെ കൊണ്ടു നടക്കുന്നത്. കാര്യം ഉടമ്പടി നിബന്ധന സ്നേഹത്തോടെ പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ വസിപ്പ് നമ്മളിൽ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ദൈവിക അടയാളമായിട്ട് കാശുരൂപങ്ങളൊക്കെ നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞ് എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയോ എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ അവിടുന്ന് അയച്ചു തരികയും ചെയ്യും. അത് നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ എന്ന് പറഞ്ഞേ, മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. അപ്പം ഈ നിബന്ധന പരിശുദ്ധാത്മാവിനെ കൂടി സ്വീകരിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ വളരെ പാകതയോടെയാണ് നിങ്ങൾ ശരിക്കും നിബന്ധനകളെ ശ്രദ്ധിക്കേണ്ടത്. കാര്യം പിതാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒക്കെ നമുക്ക് ഈ നിബന്ധനകൾ സ്നേഹത്തോടെ അനുഷ്ഠിക്കുമ്പോഴും അനുവർത്തിക്കുമ്പോഴും നമുക്ക് അവകാശവും ഓഹരിയുമായി മാറുന്നുവെന്നുള്ള വളരെ താത്വികമായ സുവിശേഷ ബോധ്യം എൻ്റെ മക്കളുടെ മനസ്സിൽ ഒരു ആഘോഷത്തിമർപ്പുണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ എപ്പോഴും ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ 1-ാം തിങ്കളാഴ്ച 2-ാം ചൊവ്വാഴ്ച 1-ാം തിങ്കളാഴ്ച തിങ്കളും ചൊവ്വായും എന്താണ്? ഉടമ്പടി ധ്യാനമാണ്. ധ്യാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ആന്തരികമായ ബോധ്യം കിട്ടുകയാണ് ഉടമ്പടി ധ്യാനത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതൊക്കെ യൂട്യൂബിൽ മക്കളെ ഇന്നിപ്പോൾ മറന്നുപോയാലും വിട്ടു ചെല്ലുമ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് രണ്ടാമത് അച്ഛൻ എന്നാ പറഞ്ഞതെന്ന് ഓർത്ത് നോക്കി
അതിനെ 2-3 പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കണം. അതും കേൾക്കുന്നത് പോലും ദൈവത്തിനോടുള്ള സ്നേഹത്തിലായിരിക്കണം. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ഒരു ദ്രാവകമാണ്. ഇതിൽ നമ്മൾ വ്യത്യസ്തമായ വെള്ളി കളറുകൾ, ചിലപ്പോൾ നീല ചുവന്ന കളറുകൾ, എണ്ണമയം കാണും. ഇത് മൂത്രമാണ്, വേറെ എന്ത് ദ്രാവകമാണെന്ന് അറിയത്തില്ല. ശരീരത്തിൽ നിന്ന് പോകുന്നൊരു ദ്രാവകമാണ്. ആ ദ്രാവകത്തിന് എണ്ണ മയം പോലെ ഉണ്ട്. ഈ രോഗത്തെ കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. നമ്മൾ കേട്ട വചനം, അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുക മറ്റൊരു സഹായകനെ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈ വചനം യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 14-ാം അധ്യായം 15-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യമാണ്. നിബന്ധനകൾ നമ്മൾ അർത്ഥവത്തായി ദൈവസ്നേഹത്തോടെ പാലിച്ചാൽ പരിശുദ്ധാത്മാവിന് നമുക്ക് അയച്ചു തരും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവരം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ നോട്ട് നമുക്ക് കിട്ടുന്നത്. എന്ത് ചെയ്യണ്ട, എന്ത് ചെയ്യണമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ ലൈഫിന് വളരെ സുവിശേഷവിഹിതമായിട്ട് നടപ്പിൽ വരുത്താൻ ഇന്ന് സഭയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് ഉടമ്പടി. എൻ്റെ മക്കളത് വളരെ ശ്രദ്ധയോട് വേണം ആ വിഷയം ചെയ്യാൻ, വളരെ ശ്രദ്ധയോട് കൂടി. കാര്യം ഇത് നിബന്ധനകളാണ് ഇതിൻ്റെ ശരിക്കും ഹൃദയമെന്ന് പറയണത്, സ്പന്ദനം. ആ നിബന്ധനകൾ നമ്മൾ എങ്ങനെ സ്നേഹത്തോടെ നിറവേറ്റുന്നു അതനുസരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് വെളിപാടുകൾ വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തും ചോദിക്കാൻ. അപ്പോൾ ചോദിക്കുമ്പോഴുള്ള ഒരു വിഷയമെന്ന് പറയണത്, ഈ ആത്മാവിനെ നമ്മൾ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ പറ്റിയ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. കാര്യം എന്താ? ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. 14, 17 അനുസരിച്ച് യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ ലോക അരൂപിയ നിലനിൽക്കുന്ന കാര്യങ്ങൾ ചോദിക്കരുത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഉടമ്പടിയിൽ ഇട്ടിരിക്കണത് അവർ ഇൻ്റർകാസ്റ്റ് മാരേജിന് വേണ്ടി ലവ് അടിച്ച് അഫയർ ആക്കിയിരിക്കുകയാണ്. അത് മാതാവ് ചെയ്ത് കൊടുക്കാനാണ്. മാതാവിന് എന്താ 3-ാം പരിപാടിയാണ്. അപ്പം ഇങ്ങനെ ഈ ആത്മാവിനെ, അതായത് നാളെ നിങ്ങളുടെ ആത്മാവിനെ അപകടപ്പെടുത്തുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. അപ്പോൾ 1 യോഹന്നാൻ്റെ 2:17 കണ്ണിൻ്റെ ദുരാശ. അപ്പോൾ ഈ ഞാൻ മുമ്പ് പറഞ്ഞ കേസ് കെട്ടൊക്കെ ആ വകുപ്പിലുള്ളതാണ്. ഇപ്പം ചില ആൾക്കാരൊക്കെ FP പോസ്റ്റ് ഇട്ടിട്ടില്ലേ, ആ പെണ്ണ് കല്യാണം കഴിച്ചത് കുദാശ വെച്ചാണ്, കുദാശ ചെയ്യാതെയാണ്, പള്ളി അറിഞ്ഞാണ്, പള്ളി അറിയാതെയാണ്. നാണം കെട്ട പരിപാടിയല്ലേ ഒരു ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ വന്ന് സംഭവിക്കണത്. കാര്യം കർത്താവിൻ്റെ ഉന്നതമായ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി
ഒരു സമൂഹത്തിൽ ദുർമാതൃകയായിട്ട് അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും നിത്യരക്ഷ കിട്ടാത്ത രീതി വരുമ്പോൾ സാധാരണ ദൈവത്തെ അറിയാത്തവരും അറിഞ്ഞവരും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ഉതപ്പല്ലേ ഉതപ്പിൻ്റെ സാഹചര്യങ്ങൾ ചെന്ന് മോഹിപ്പിക്കപ്പെടുമ്പോൾ വീണു പോണത് ക്രെഡിറ്റാണ്. മീഡിയ പറയും ക്രെഡിറ്റാണെന്ന്. പക്ഷേ കർത്താവിൻ്റെ വചനങ്ങൾക്ക് ഇല്ല. എന്താണ്? ഇതൊന്നും നിലനിൽക്കാത്ത കാര്യങ്ങളാണ്. നിലനിൽക്കാത്ത കാര്യങ്ങൾ ക്രെഡിറ്റാണെന്ന് പറഞ്ഞാൽ നിലനിൽക്കത്തില്ല മക്കളെ. അത് എന്താണ് നിലനിൽക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയും. എന്താണ് നിലനിൽക്കുന്നത്? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാവട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. വി വാണ്ട് ഇറ്റേണൽ എക്സിസ്റ്റൻസ്. നമുക്ക് വേണ്ടത് എന്താണ്? നിത്യമായ നിലനിൽപ്പാണ്. 5 കൊല്ലത്തേക്കും 50 കൊല്ലത്തേക്കുമുള്ള നിലനിൽപ്പല്ല. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും മോഹപലയം കാണുമ്പോൾ, കണ്ണിന് ദുരാശ കാണുമ്പോൾ, ശരീരത്തിൻ്റെ അഹന്ത കാണുമ്പോൾ നീ ദൈവത്തെ മറന്നാൽ ദൈവം നിങ്ങളെ എന്നെ ഓർക്കണമെന്നാണ്. ദൈവത്തെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല, ആഗ്രഹവുമില്ല. അഥവാ എന്തെങ്കിലും ആശയം ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ദുരാശ, കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത കൊണ്ട് നിൻ്റെ ദൈവം നിൻ്റെ മനസ്സിൽ നിന്ന് എന്നേ കാലം മറഞ്ഞു പോകുമ്പോൾ എന്ത് പറയും? ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് ദൈവം ഇരുന്നില്ലെങ്കിൽ സാത്താൻ കയറി ഇരിക്കുമ്പോൾ മീഡിയ ചിലപ്പോൾ അത് ആഘോഷമാക്കും. പക്ഷേ എന്തിൻ്റെ ആഘോഷമാണ്? നിൻ്റെ ആത്മാവ് മരിച്ചതിൻ്റെ ആഘോഷം. കൈയടിച്ച് ചേർത്താണ് തോന്നണേ എന്നിൽ അറിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ അറിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പക്ഷാവസ്തുതിയുടെ ഹല്ലേലൂയ. ഭാഷാവസ്തുതിയുടെ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പിരിയുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? കർത്താവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. പണ്ട് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എന്നാ പറഞ്ഞത്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് അതുകൊണ്ട് എന്നാ പറ്റിയെന്നാ പറയണത്? അത് ചേർന്ന ഇണയെ ഞാൻ നൽകും. കല്യാണം കഴിച്ചവർക്കറിയാം ചേർന്ന ഇണയല്ലെന്ന്. ഉൽപ്പത്തി 2:20. അതുകൊണ്ട് നിൻ്റെ വൈഫിൻ്റെയൊക്കെ എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെയൊക്കെ എന്നാൽ എന്തെങ്കിലും കിട്ടിയാൽ അത് നിങ്ങൾ സങ്കടമായിട്ട് കരുതേണ്ട കാര്യമില്ല. ചേർന്ന ഇണ ആരാ? കർത്താവ്. അതുകൊണ്ടാണ് പറയണത്, വിഷമിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടാകും. അത് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കണേ. ഞാനാണ് നിൻ്റെ ചേർന്ന ഇണ. ഉടമ്പടി നിനക്ക് ചേർന്ന ഇണയെ നൽകും. നീ നിബന്ധനകൾ പാലിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ടാണ് പറയണത്, ഞാൻ നിങ്ങളെ, ഇതെല്ലാം പറഞ്ഞിട്ടാണ്, സ്നേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് പറയണത്, ഞാൻ നിങ്ങളെ അനാഥമായി വിടത്തില്ല. 12:14-18. കാലത്തിൻ്റെ അവസാനം വരെ, നിൻ്റെ കാലത്തിൻ്റെ അവസാനം വരെ, ഈ പ്രപഞ്ചത്തിൻ്റെ കാലത്തിൻ്റെ അവസാനം വരെ ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, നിൻ്റെ ചേർന്ന ഇണയായിട്ട്. ഉടമ്പടി നിനക്ക് ചേർന്ന ഇണയെ നൽകും. ഏത് സാഹചര്യത്തിൽ നിന്നെ മനസ്സിലാക്കുകയും നിന്നെ സന്ധിക്കുകയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ചേർന്ന ഇണ നിന്റെ ദൈവം. സുബ്ഹിയുടെ ഹല്ലേലൂയ. അന്ത്യം
സാക്ഷിയാകാൻ കൃപയും ശക്തിയും പകരണമേ. അന്ത്യം വരെ സാക്ഷിയാകാൻ കൃപയും ശക്തിയും പകരണമേ. Praise the Lord. Praise the Lord. എഴുന്നേൽക്കുക. ഇരിപ്പുകാരെല്ലാം എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന ഈശോ നമുക്ക് ആരാധനയുടെ ആദ്യം തന്നിരുന്നു അല്ലേ? ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഉടമ്പടി പ്രകാരം അവശേഷിക്കുന്നത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സ്ഥലം വിൽപ്പന, നിങ്ങളുടെ പ്രൊമോഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ഉപരി വിദ്യാഭ്യാസം, നിങ്ങളുടെ ഭൗതികമായ സമ്മർദ്ദങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തികമായ കടം, വീടില്ലാത്ത അവസ്ഥ, സ്ഥലമില്ലാത്ത അവസ്ഥ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവശേഷിക്കുന്നു. നമുക്കത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോഴും സമർപ്പിക്കേണ്ട സമയമാണ്. ഇതല്ല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉടമ്പടിയിൽ കാര്യം ഇഷ്ടമുള്ളത് ചോദിക്കാവുന്നതല്ലേ. ഞാൻ ചില സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പെൺകൊച്ചുങ്ങൾ എൻ്റെ ചെവി പറയും, അച്ഛാ എൻ്റെ തലമുടി എല്ലാം കുഴിഞ്ഞു പോവുകയാണെന്ന് പറയും. അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കേൾക്കാതിരിക്കാനാണ്. അപ്പോൾ ഞാൻ എന്നാ ചെയ്യും, ഒരു കൈ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കണമെങ്കിൽ അത് കേൾക്കുമ്പോൾ രണ്ട് കൈയും വെക്കും. അതെന്താ കാര്യം എന്നറിയാവോ? അവളെ സംബന്ധിച്ചിടത്തോളം അത് സീരിയസ് വിഷയമാണ്. അതൊരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു ലൈഫിനെ ബാധിക്കുന്ന വിഷയമാണ്. കാര്യം എന്താ? കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടമുള്ളത് ചോദിക്കാവുന്ന. പിന്നെ നമുക്ക് എന്നാ പ്രശ്നം ഇല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ളത് ചോദിക്കാം. നമ്മളൊറ്റ കാര്യം മാത്രം ചെയ്യും. എന്താണ്? കർത്താവ് ഇപ്പോൾ എഡ്വേർഡ് ബ്രദർ ഇവിടെ സാക്ഷ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഈ സാക്ഷ്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വല്ല തെരിയായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിക്കാനാണ്. പറഞ്ഞ് പിന്നെയും കോംപ്ലിക്കേറ്റ് ആക്കുകയാണ് ചില സമയത്ത് ചെയ്യുന്നത്. ബ്രദർ നല്ലവണ്ണം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആ സോറിയാസ് സുഖപ്പെട്ടില്ലേ, അത് സോറിയാസിസ് ആണ് സുഖപ്പെട്ടത്. ബ്രദർ പറഞ്ഞത് 3 പ്രാവശ്യം പറഞ്ഞാൽ താരൻ എന്നാണ് പറഞ്ഞത്. താരനല്ല, സോറിയാസാണ്. അതൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും. അത് ശ്രദ്ധയില്ലാതെ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. സാക്ഷ്യം പറയുന്നവർക്ക് വേണ്ടി നിങ്ങളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി നിങ്ങൾക്ക് എന്തും വെക്കാമെന്ന് മനസ്സിലായില്ലേ? എന്തും വെക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ എന്താണ്? കർത്താവിനെ വാക്കിലും പ്രവൃത്തിയിലും സ്നേഹിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുക. അപ്പോൾ പത്രം കൊടുക്കുമ്പോഴൊക്കെ സന്തോഷത്തോടെ കൊടുക്കണം. എന്താണ്? കർത്താവെ നിന്നെ അറിയാൻ ഞാൻ വഴി ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇപ്പം മക്കളെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കുറേ വിഷയങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും. ഇപ്പോൾ ഒരു ടീച്ചർ സാക്ഷ്യം പറഞ്ഞില്ലേ, അവരെല്ലാവരും കളിയാക്കിയെന്ന് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? അവരെ കളിയാക്കിയെന്ന്. നീ ഇങ്ങനെ പഠിച്ച് അവർ പഠിക്കുന്നതിലുള്ള സന്തോഷമല്ല, അവരെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടി ഒരു വകുപ്പ് കണ്ടുപിടിച്ചതാണ്. സത്യമാണ് അവർ പറഞ്ഞത്, കറക്റ്റാണ് ആ സാക്ഷ്യം. അവരെങ്ങനെയെങ്കിലും ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി കിട്ടിയത് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ചുറ്റും കുറേ ആൾക്കാരുടെ പ്രതിസാക്ഷ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. പക്ഷേ അച്ഛന് പറയാനുള്ളത്, ഈ പ്രതിസാക്ഷ്യങ്ങൾ ഉണ്ടായാലും ഇപ്പോഴ് കൃപാസനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ പത്രത്തെക്കുറിച്ചൊക്കെ കുറേ ആക്ഷേപങ്ങൾ വന്നില്ലേ? ഈ ദിവസങ്ങളിൽ നിങ്ങൾ വായിച്ച് കാണാം. അപ്പോൾ അച്ഛനെ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. എന്താ കാര്യം? വരാൻ കാര്യം, നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ പിശാചിനെ കൊണ്ടുവന്ന് മനസ്സിലായില്ലേ? കൊണ്ടില്ലേ അവന് ശരിക്കും? അപ്പോഴേ അവൻ യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും അവന് ഇരിക്കപ്രതി ഉണ്ടാകില്ല. ഞാൻ അമ്മയോട് പറഞ്ഞ, അമ്മ അവർ പറയണമൊക്കെ പറയട്ടെ അങ്ങോട്ടെ. എന്നാ സാരുമ്പോൾ ഇഷ്ടമുള്ളതെല്ലാം കർത്താവിൻ്റെ സ്പിരിറ്റാണ് നമുക്കുള്ളത്. കർത്താവ് അപ്പം മുക്കി ചൂടാക്കി കൊടുത്തിട്ട്, ചൂടാ എത്ര രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത്? 30 വെള്ളി. പത്രച്ച ഒരു 300 വെള്ളി അങ്ങോട്ട് കൊടുത്ത് ഒന്ന് കച്ചവടം ഉറപ്പിച്ച എന്ന് പറഞ്ഞാൽ ഇല്ലില്ല, പറയത്തില്ല. അത് കർത്താവിൻ്റെ ഒരു നയവാണ്. യൂദാസ് ഒറ്റ കൊടുക്കാൻ പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്താ കർത്താവ് പറഞ്ഞത്? എടാ യൂദാസ് എത്ര രൂപ കണ്ട കച്ചവടം? 30 വെള്ളിക്ക്. പത്രച്ച എന്നാ ഉണ്ടെന്ന് നോക്കിയേ, ഇത് 100-300 വെള്ളിയുണ്ട്, അങ്ങനെ കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് കച്ചാൻ വിട്ടേക്കാൻ പറഞ്ഞാ ഇല്ല. അങ്ങനെയുള്ള ഉമ്മാക്കിക്കൊണ്ടൊന്നും പേടിക്കത്തില്ല കർത്താവിൻ്റെ സ്പിരിറ്റ്. ഇതിനൊരു ലക്ഷ്യമുണ്ട്. ലോകത്തിൻ്റെ സുവിശേഷത്തിൻ്റെ അന്ത്യത്തിൽ എല്ലാ ആത്മാക്കളും വീണ്ടെടുക്കുന്നവരെ കർത്താവ് എന്താ പറഞ്ഞത്?
ഒരു പകലുണ്ടെന്ന്, പകലായിരിക്കുമ്പോഴോ ഞാൻ എൻ്റെ പിതാവിൻ്റെ ജോലി ചെയ്യും. എന്താ കാര്യം? ആർക്കും വേല ചെയ്യാൻ പറ്റാത്ത രാത്രി വരും. നമ്മുടെ മുമ്പിൽ നമ്മൾ ഭയപ്പെടുന്നത് എന്താ? വ്യക്തികളെ ഭയപ്പെടത്തില്ല. ദൈവത്തിന് രക്ഷ സംലഭ്യമല്ലാത്ത ഒരു രാത്രികാലം വരും. സുവിശേഷം ഭയപ്പെടുന്നത് ആത്മാക്കളുടെ വീണ്ടെടുപ്പ് സാധ്യമല്ലാത്ത സാത്താൻ്റെ ഒരു രാത്രികാലമാണ്. ആ രാത്രികാലത്തെ മാത്രമേ സുവിശേഷം ഭയപ്പെടത്തുള്ളൂ. കാര്യം എന്താ? നമ്മളെല്ലാം ഉള്ളത് കർത്താവിൻ്റെ അരൂപിയാണ്. അതുകൊണ്ടാണ് യുദാസിനോട് പറഞ്ഞത്, അപ്പം മുക്കി കൊടുത്തിട്ട് പറയും, എന്ത് പറയും? നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ പറയും. നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. അപ്പോൾ 13-ാം അധ്യായം എന്താ പറയണത്? 26 വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഒരു മാധ്യമത്തിനല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നാണ് പറയണത്. എന്താ? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. കാര്യം കൃപാസനത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സമയഘടികാരമായി അമ്മ അൾത്താരെ പ്രത്യക്ഷപ്പെടുന്നത് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട പോലല്ല, ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് പോലെയല്ല. എനിക്ക് വേണമെങ്കിൽ അമ്മയെ തൊടാമായിരുന്നു. ഇന്ന് പിതാക്കന്മാർ രണ്ടുപേരും ഒരുമിച്ച് ഇന്ന് ബലിയർപ്പിക്കുമ്പോൾ ഞാനകത്ത് നിന്ന് ചിരിക്കുകയായിരുന്നു. എന്താ കാര്യം എന്നറിയാവോ? അമ്മ കൊണ്ടുവന്ന 2 പേര്, എനിക്ക് 2 പേര്, ആ പിതാവിനെ എനിക്ക് സത്യം പറഞ്ഞ വ്യക്തിപരമായിട്ട് അറിയത്തില്ല. പിതാവിനെ വിളിച്ചപ്പോൾ ആ പിതാവ് ആലപ്പുഴ പിതാവിനെ വിളിച്ചു. അപ്പോൾ നമ്മുടെ പിതാവിന് തോന്നി എന്നാൽ 2 പേരും കൂടി വരാമെന്ന്. ആര് കൊണ്ടുവരുന്നത്? അമ്മ ഇനി ഒപ്പിനെ വരെ കൊണ്ടുവരും. അത് കാര്യങ്ങളുടെ ഒരു പോക്കതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയഘടികാരം നിന്ദിച്ചാർത്തി പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ വിഷയങ്ങൾ ദൈവത്തിന് ലോകത്തോട് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് ഇത്രയും പവർ വരാൻ കാര്യം. അതാണ് കാര്യം. സഭ അത് ഏറ്റെടുക്കും, സഭ അത് പഠിക്കും. അമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന് സഭ പഠിച്ച് ലോകത്തോട് പറയും. അതുകൊണ്ടാണ് ഈ മണ്ണി ചവിട്ടുമ്പോൾ വൈബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം. മറ്റു ധ്യാനകേന്ദ്രങ്ങളിൽ നമ്മുടെ ധ്യാനകേന്ദ്രത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അതിൻ്റെ മരിയൻ മിഷനാണ്. എല്ലാം ത്രൂ മേരിയല്ലേ എക്സ്പ്ലെയിൻ ചെയ്യണം എല്ലാ വിഷയങ്ങളും. അപ്പം എൻ്റെ മക്കൾ ആ നിബന്ധനകളൊക്കെ വായിക്കുമ്പോൾ വലിയൊരു ദൈവിക പദ്ധതിയിൽ എന്നെ കൂടി എൻ്റെ കുടുംബത്തെ കൂടി ദൈവം പങ്കാളിയാക്കിയില്ലെന്നാണ് ഓർക്കേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഉടമ്പടി നീലത്തിരി കത്തിക്കുമ്പോഴും പച്ചത്തിരി കത്തിക്കുമ്പോഴും മനസ്സിൽ വെക്കേണ്ടത് എന്താണ്? സഭയിൽ സംഭവിക്കാൻ പോകുന്ന, ലോകത്ത് സംഭവിക്കാൻ പോകുന്ന വലിയൊരു സ്വർഗീയ പദ്ധതിയുടെ ഭാഗമാകാൻ എൻ്റെ കുടുംബത്തെയും ദൈവം തിരഞ്ഞെടുത്തുള്ളൂ എന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജോലിയില്ലാത്തവർക്ക്, വീടില്ലാത്തവർക്ക്, പ്രൊമോഷൻ കിട്ടാത്തവർക്ക്, ശമ്പളമില്ലാത്തവർക്കും, ശമ്പളം കുറഞ്ഞവർക്കും, ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുന്നവർക്കും, ജീവിതമാർഗമില്ലാത്തവർക്കും, മക്കൾ ഇല്ലാത്തവർക്കും, വിവാഹം ഒത്തുവരാത്തവർക്കും, വിദേശ ജോലി തടസ്സപ്പെട്ടിരിക്കുന്നവർക്കും, വിസ തട്ടിപ്പിൽ അകപ്പെട്ടിരിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ, ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, ഈശോ ഉപരി വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർ, എന്ത് വിദ്യ അഭ്യസിക്കണമെന്ന് അറിയാൻ പാടില്ലാത്തവർ, ഈശോ എങ്ങനെ ജീവിക്കും, എങ്ങനെ കരകയറുമെന്ന് ശത്രുക്കളെ ഓർത്ത് പേടിച്ചിരിക്കുന്നവർ, ഈശോ ശിഷ്യന്മാരെ പോലെ കർത്താവ് ശത്രുക്കൾ പേടിച്ച് കഥകളച്ചിരിക്കുന്നവർ, സാമ്പത്തിക ബാധ്യതകളെ കർത്താവ് ഭാരപ്പെടുന്ന മനസ്സുകളെ യേശു ക്രിസ്തു നാമത്തിലെ മാരക തടസ്സങ്ങൾ മാറിപ്പോട്ടെ. വിടുതലിൻ ആത്മാവേ ഇറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ ഇറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. നേർച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തുക്കൾ ആശീർവദിക്കാൻ പോവുകയാണ്. മെയ് മാസ വണക്കം നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ എഴുതി കൊടുത്ത് മെയ് മാസ വണക്കം നിങ്ങളുടെ സ്വന്തം പേരിൽ ഏറ്റെടുത്ത് നടത്താവുന്നതാണ്.
നമ്മൾക്ക് ഇപ്പോഴും മെയ് 14, ഇനി 16 ദിവസം മാത്രമേ വണക്കം ഉണ്ടാകത്തുള്ളൂ. അതിന് മുമ്പ് വണക്കം ബുക്ക് ചെയ്യുക. ഷാലോൺ TV-യിൽ തിങ്കളാഴ്ച 1:30-നും വെള്ളിയാഴ്ച 8:30-നും കൃപാസന ഉടമ്പടി ധ്യാനം തുടരുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും മക്കളത് കാണണം. തിങ്കളാഴ്ച കാണാൻ നമ്മൾ ചിലരും കൃപാസനത്തിലായിരിക്കും. അപ്പോൾ വെള്ളിയാഴ്ച കാണാവുന്നതാണ് രാവിലെ 8:30-ന്. തിങ്കളാഴ്ച സൗകര്യമുള്ളവർക്ക് തിങ്കളാഴ്ച കാണാം. ഇപ്പോൾ രാജു TV തമിഴ്നാട് രാജു TV-യിൽ കൃപാസന ഉടമ്പടി ധ്യാനം തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചയും രാവിലെ 7 മണി മുതൽ 7:30 വരെ. അമേരിക്കൻ മരീൻ TV-യിൽ കൃപാസന ധ്യാനമുണ്ട്. ബുധനാഴ്ചയും ഞായറാഴ്ചയും രാത്രി 9:30-ന്. ഇന്ത്യയിൽ കാണുവാൻ മരീൻ TV world.org സെർച്ച് ചെയ്താൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളറിയാം, അതായത് നമുക്കൊരു ധ്യാനമാണ് ഇവിടെ കൂടാൻ അനുവാദമുള്ളത്. നമ്മൾ 6 നിയോഗമാണ് വെച്ചിരിക്കുന്നത്. ബാക്കി അതിൻ്റെ ആനുപാതികമായിട്ട് 5 ധ്യാനം കൂടേണ്ടതാണ്. നമ്മളിവിടെ കൂടും, യൂട്യൂബിൽ കൂടും. 1 ഷാലോൺ TV കൂടും, ബാക്കി 4 യൂട്യൂബിൽ കൂടും. അപ്പോൾ യൂട്യൂബ് ഇന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ദയവായിട്ടൊന്ന് കൈപ്പൊക്കിക്കേ. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൈപ്പൊക്കിക്കേ. ചെയ്തവരല്ല, ചെയ്യാത്തവർ. അപ്പോൾ എൻ്റെ മക്കൾ ഇന്ന് ആദ്യം ചെന്നിട്ട് ചെയ്യേണ്ട കാര്യം ഈ സാക്ഷ്യങ്ങളെ കൈതാത്തിക്കോ. സാക്ഷ്യങ്ങളിൽ കുറേ സാക്ഷ്യങ്ങൾ യൂട്യൂബ് ധ്യാനം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ ഇവിടെ വരണ പോലെയുള്ള പ്രാധാന്യമാണ് മാതാവ് യൂട്യൂബ് ധ്യാനത്തിന്. ഇത് കൃപാസനമാണ്, മറ്റുള്ള രീതിയുമായിട്ടല്ല ഇത് പോണത്. ഇതിന് അമ്മയുടെ ഒരു മാർഗമുണ്ട്. അതുകൊണ്ടാണ് പത്രത്തെക്കുറിച്ചൊക്കെ ഇത്രയൊക്കെ സാക്ഷ്യം. ഇപ്പോൾ പത്രത്തെക്കുറിച്ച് ഇത്രയും ആക്ഷേപം പുറത്ത് വരുമ്പോഴും സാക്ഷ്യം തുടരുകയാണ് അല്ലേ. അതാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത് കേൾക്കണത് പോലും ഇഷ്ടമില്ല. നിങ്ങൾ പത്രം വയറേ വെച്ച് തലയെ വെച്ച് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കേൾക്കണത് പോലും ഇഷ്ടമില്ല. പക്ഷേ ഞങ്ങൾ സാക്ഷി കൗണ്ടറിലിരിക്കും പറയും, ഇങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല, ഞങ്ങളാരും പത്രം വയറേ വെക്കാൻ പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ അനുഭവമാണ്, നിങ്ങൾക്ക് എന്താണെന്നാണ് ചോദിക്കണത്. അവർ ചൂടാകണം ഇങ്ങോട്ട്. എന്താ കാര്യം? ഈ വിസർപ്പവും നീരുമൊക്കെ വെച്ചങ്ങോട്ട് ചുട്ടി പോകുമ്പോഴേ അനുഭവത്തിന് സമ്മതിക്കത്തില്ല. അത് അപ്പം അവർക്ക് അവകാശം, അവിടെ ആത്മീയ അവകാശമാണത്. ദൈവം അവർക്ക് കൊടുത്ത ദാനങ്ങൾ ജനമധ്യത്തിൽ പറയേണ്ടത് അവിടെ ആത്മീയ അവകാശമാണ്. അവിടെ ആത്മീയ അവകാശത്തിൻ്റെ മേലെ കൃപാസനത്തിന് ഒരു പരിധിവരെ സ്വാധീനമില്ല. കാര്യം അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈ കടത്തത്തില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ദൈവവും നിങ്ങളും തമ്മിലുള്ള കാര്യങ്ങളാണത്. പക്ഷെ അതിൻ്റെ പേരിൽ കൃപാസനം മറ്റ് നിരീശ്വരന്മാരുടെ മുമ്പിലൊക്കെ കരുവാക്കപ്പെടുന്നുണ്ട്. കുഴപ്പമില്ല, അത് അവരുടെ പ്രവർത്തനമായിട്ട് അവർ പോട്ടെ, നമ്മളുടെ വെളിച്ചത്തിൻ്റെ പ്രവർത്തനമായിട്ട് നമ്മൾ പോകും. പക്ഷേ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ഒത്തിരി അൺറീസണബിളായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ശ്രദ്ധിക്കരുത്. ഇപ്പം ചില ആൾക്കാർ പത്രമൊക്കെ അരച്ച്, ചിലരൊക്കെ ഇങ്ങനെ പത്രം കരിച്ചൊക്കെ കഴിക്കും. അതൊന്നും നമുക്ക് ഇവിടുന്ന് പ്രൊമോട്ട് ചെയ്യാത്ത കാര്യങ്ങളാണ്. അതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ ചിലർ ഇങ്ങനെ നീരൊക്കെ വെച്ച് 5 മാസം 6 മാസം നീര് കലച്ച് പോകുമ്പോഴൊക്കെ അവരുടെ മനസ്സിലേക്ക് ദൈവം കൊടുക്കുന്ന ഇതുപോലുള്ള വെളിപാട് പോലെയാണ് അവരത് ചെയ്യണത്. അമ്മ അത് ഏറ്റുപിടിച്ച് അമ്മയുടെ കാരുണ്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് അവർ വന്ന അനുഭവമായിട്ട് പറയണത്. അത് ഞങ്ങൾക്ക് ഒരു പരിധിയുണ്ട്, നിങ്ങളെ ഇങ്ങനെ വിഷയത്തിൽ തടയാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ പുറത്ത് നിങ്ങൾ ഇതുപോലെയൊക്കെ ഉള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ തന്നെ നിങ്ങൾ അവർക്ക് മറുപടി പറയണം. കാര്യം നിങ്ങളുടെ അനുഭവങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആക്ഷേപങ്ങൾ പറയുമ്പോൾ അവരെ തന്തയ്ക്ക് വിളിക്കാനല്ല, അത് നമ്മുടെ ലോകത്ത്, അത് നമ്മുടെ മാർഗ്ഗമല്ല. നമ്മളെന്താ പറയേണ്ടത്? ഇപ്പോൾ കൃപാസനത്തെക്കുറിച്ചും കൃപാസന നേർച്ച വസ്തുക്കളെക്കുറിച്ചും വേറെ അനുഭവം ഇല്ലാത്തവർ, അറിവില്ലാത്തവർ എന്തെങ്കിലും ആക്ഷേപം പറയുമ്പോൾ നിങ്ങളുടെ ചുമതല എന്താണ്? ഞങ്ങൾക്കത് അനുഭവം ഉണ്ടെന്ന് നിങ്ങൾ ഉടനെ പോസ്റ്റ് ഇടണം അവിടെ. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ മെസ്സേജ് ഇടണം അതിൻ്റെ അകത്ത്, ഇത് പറയണ തെറ്റാണ്, ഞങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു, ഞങ്ങൾക്ക് എന്നിട്ട് ഈ അനുഭവം ഉണ്ടായി. അപ്പോഴാണ് ദൈവം മഹത്വപ്പെടുത്തുന്നത്. നമ്മളത് ബാധ്യസ്ഥരാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. മനുഷ്യൻ്റെ മുമ്പിലല്ല. ദൈവം നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ദൈവം നിന്ദിക്കപ്പെടുമ്പോൾ, വിശ്വാസം അപമതിക്കപ്പെടുമ്പോൾ വിശ്വാസ സാക്ഷ്യം വഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ അനുഭവം കൊണ്ട് ചുമ്മാ കയറി പ്രതിപാദിക്കല്ല. നിങ്ങൾക്ക് അനുഭവമുണ്ടെങ്കിൽ അനുഭവമുള്ളവർ അതനുസരിച്ച് നിങ്ങളുടെ സത്യാവസ്ഥ പ്രതികരണമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് സാക്ഷ്യമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സാക്ഷ്യം അതിൻ്റെ അകത്ത് എഴുതണം. അങ്ങനെയല്ല കാര്യം, എനിക്ക് എൻ്റെ അനുഭവം ഇതാണെന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ചില സഹോദരിമാർ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. ഉടമ്പടി പ്രാർത്ഥന എന്താണ്, ഞാനും എൻ്റെ അമ്മയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അവർ സുവിശേഷ പ്രഘോഷണമാണ് ആ ചെയ്യണത്.
അവർക്ക് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കിട്ടും. എന്താ കാര്യം? ജനങ്ങൾക്ക് ഇത്രയും ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ നടക്കുമ്പോൾ നമ്മൾ വെളിച്ചത്തിൻ്റെ സാക്ഷ്യങ്ങൾ സംരംഭമാക്കി കൊടുക്കുന്നത് ഒരു സുവിശേഷ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഉടമ്പടി അനുഭവങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോസ്റ്റ് ഇടുകയോ അതുപോലെ തന്നെ ചാനൽ സൃഷ്ടിക്കുകയോ ചെയ്തുകൊണ്ട് നമ്മൾ ദൈവാനുഭവത്തിൻ്റെ സാക്ഷികളായി ദൈവിക പദ്ധതികളെ ജനങ്ങളിലേക്ക് റീച്ച് ചെയ്യിക്കാൻ, സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാനുള്ള ബാധ്യത. അങ്ങനെയാണ് അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടത്. അല്ലാതെ അത് അവനെക്കുറിച്ച് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിക്കുകയല്ല. അത് നമ്മളുടെ രീതിയല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇന്ന് തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാൻ പാടില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച് ഇന്ന് തന്നെ നിങ്ങൾ സന്ധ്യയ്ക്കുള്ളിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. എല്ലാ പ്രാർത്ഥന ഇപ്പോഴും നടക്കണ എന്താ? തിങ്കളും ചൊവ്വായും ഉപവാസ ഉടമ്പടി ആരാധനയാണ് അല്ലേ? ഉടമ്പടി എടുത്തവർക്ക് വേണ്ടിയുള്ള. പിന്നെ നാളെ മുതൽ നടക്കണ എന്താണ്? ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ വരെ നടക്കണ എന്താണ്? ഉടമ്പടി പുതുതായിട്ട് ചെയ്യാനുള്ളവർക്ക് വേണ്ടിയുള്ള ഉടമ്പടി പ്രാർത്ഥന. അവർക്ക് പുതുക്കുകയും ചെയ്യാം അല്ലേ? പുതുക്കണം. നിങ്ങൾക്കറിയാവോ, ഇവിടെ പല ആൾക്കാരുടെ കയ്യിൽ നീല കാർഡിരിപ്പുണ്ട്. എന്താ കാര്യം? ഒരു വർഷം മൊത്തം ഉടമ്പടി കൂടി പുതുക്കിയതാണ്. അങ്ങനെ പുതുക്കി കഴിയുമ്പോൾ നീല കാർഡ് കിട്ടും. അവരോട് ഒരു ചോദ്യവും പറച്ചിലുമില്ല. കാര്യം എന്താ? അത് പക്കാ ഉടമ്പടി ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ളത് അവർക്ക് എമർജൻസി വരുമ്പോൾ സമയം കൂടുതൽ കിട്ടും. പിന്നെ നിങ്ങൾ തൈക്കാട് സ്റ്റേറ്റിലൊക്കെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, വന്നപോലെ തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. എന്താ പ്രശ്നം എന്നറിയാവോ? അതായത് അവിടെ അച്ഛൻ പോയിരിക്കുന്നത് ആൾക്കാരെ കാണാനല്ല. ആൾക്കാരെ കാണണമെങ്കിൽ ഇവിടെ എല്ലാ പ്രാർത്ഥന കഴിയുമ്പോഴും ഉടമ്പടി പുതുക്കിയവർ, 2 പ്രാവശ്യം പുതുക്കിയവരെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് കാണുന്നത് ആരെയാണ്? ഇന്ന് മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെയാണ് കാണുന്നത്. കാര്യം കോയമ്പത്തൂർ, ആന്ധ്ര, കർണാടക, ബോംബെ. ഇപ്പോൾ നമ്മൾ ബോംബെയിലൊക്കെ മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കോയമ്പത്തൂർ നമുക്ക് മിഷനുണ്ട്. കോയമ്പത്തൂർ മിഷനിൽ എത്രയോ പേര് സാക്ഷ്യം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ താമസിയാതെ ഹിന്ദി മിഷൻ സ്റ്റാർട്ട് ചെയ്യും. അമ്മ ഈ വിഷയം ഇപ്പം തന്നെ ഹിന്ദി പത്രവും ഇംഗ്ലീഷ് പത്രവും ബോംബെയിൽ കൊടുക്കുന്ന ഒരു സാം ജോർജ് ഉണ്ട്. അദ്ദേഹം അവിടെ ഒരു ഓഫീസ് തുടങ്ങി അതനുസരിച്ച് മിഷൻ ചെയ്യാൻ. ഇപ്പം ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൃപാസന മാതാവിൻ്റെ ഗ്രോട്ടോ ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവനും പ്രചരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഗ്രോട്ടോ ചെയ്യണേ ചെയ്യാം, സ്വന്തമായിട്ട് ഗ്രോട്ടോ ചെയ്യാം. അതിനുള്ള ഒരു വിളിപേടുണ്ടെങ്കിൽ ഇപ്പോൾ വിജയകുമാർ കോയമ്പത്തൂർ ഉടനെ ഗ്രോട്ടോ ചെയ്യാണ്, കൃപാസന മാതാവിൻ്റെ ഗ്രോട്ടോ. അപ്പോൾ അച്ഛനത് വന്ന് വെഞ്ചരിക്കും. ബോംബെയിലാണെങ്കിൽ ബോംബെ വന്ന് വെഞ്ചരിക്കും. അപ്പം അങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൃപാസന മാതാവിൻ്റെ ഗ്രോട്ടോ ചെയ്യാം. ഉടമ്പടി എടുത്ത ആൾക്കാർ മാസത്തിൽ ഒരു പ്രാവശ്യം അവിടെ കൂടും. ഒരു ബ്രദറിനെ വെച്ച് നിങ്ങൾക്ക് അവിടെ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഉടമ്പടി നമുക്ക് നിലനിൽക്കാൻ പറ്റും. ഇപ്പോൾ ഉടമ്പടി നിലനിൽക്കാനല്ല പറയണത്, ഉടമ്പടി നിലനിൽക്കാനല്ല ഇന്നത്തെ സന്ദേശം. അപ്പോൾ കൃപാസന മാതാവിൻ്റെ ഗ്രോട്ടോ എവിടെയാണ്? ഇപ്പോൾ കർണാടകയിലോ ബോംബെയിലോ ഒക്കെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ അത് വന്ന് വെഞ്ചരിച്ച് തരും. നിങ്ങൾക്ക് അവിടെ മാസം അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ഉടമ്പടി ചെയ്ത ആൾക്കാർക്ക് കൂടാം, അഖണ്ഡ ജപമാല ചെല്ലാം. അപ്പോൾ ആ ഉടമ്പടി നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അതിനെ പരിപോഷിപ്പിക്കാം. അപ്പം അത് പക്ഷേ എന്ത് ചെയ്യണമെങ്കിൽ ഓഫീസിൻ്റെ അനുവാദം വേണം ചെയ്യാൻ. ഈ വിഷയങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വിജയകുമാർ സാറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മിഷൻ്റെ സ്റ്റേറ്റിന് പുറത്തുള്ള മിഷൻ ചാർജ് വിജയകുമാർ സാറിനാണ്. സ്റ്റേറ്റിന് പുറത്തുള്ള മിഷൻ ചാർജ് കൊടുത്തിരിക്കുന്നത് വിജയകുമാർ സാറിനാണ്. അദ്ദേഹവുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാവുന്നതാണ്. നമുക്കറിയാമല്ലോ, നമ്മളുടെ ഇന്നും സാക്ഷ്യം ഒത്തിരി ഉണ്ടായിരുന്നു. അതായത് ലൈറ്റ് എ കാൻഡിൽ. ലോകത്തിൽ എവിടെ ഇരുന്നു കൊണ്ടും പരിശുദ്ധ അമ്മയുടെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങൾക്ക് തിരി തെളിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കാം. അങ്ങനെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രാർത്ഥന ഏത് പ്രാർത്ഥനയായിരിക്കും? നമ്മളുടെ 8 ധ്യാനങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. കാര്യം ലൈറ്റ് എ കാൻഡിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? 8 കൃപാസനം ധ്യാനങ്ങളാണ്. ഇവിടെ നടക്കുന്ന പിതാക്കന്മാരുടെ, ബിഷപ്പുമാരുടെ കുർബാന, ഇവിടെ നടക്കുന്ന 8 ആരാധനകളും നമ്മുടെ അഖണ്ഡ ജപമാല, നമ്മളുടെ 10,000 ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉപവാസവും. എല്ലാ ബുധനാഴ്ചയിൽ 1 ലക്ഷത്തോളം പേരെ ഉപവസിക്കണം, അറിയാമല്ലോ.
അപ്പം അതെല്ലാം നിങ്ങൾ ഇപ്പം ലങ്കയിലൊക്കെ ശ്രീലങ്കയിലൊക്കെ അപകടങ്ങൾ ഉണ്ടായില്ലേ, അതുപോലെ ലോകം മുഴുവനും ഇതുപോലെയുള്ള സഭ ആക്രമിക്കുന്നുണ്ട്. കോഴികളെ കൊല്ലണ പോലെ ആണ് നൈജീരിയയിലെ 101 ക്രിസ്ത്യാനികളെ കൊന്നത്, വിശ്വാസികളെ കൊന്നത് കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പം നിങ്ങളുടെ ഉപവാസ ദിവസമൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള പീഡിത സഭയ്ക്ക് വേണ്ടിയാണത് കാഴ്ചവെക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ എല്ലാം സുവിശേഷം ഉണരുകയും വിശ്വാസികൾക്ക് സംരക്ഷണം, ദൈവസംരക്ഷണം വരികയും ചെയ്യാം. നേരത്തെ വസ്തു ഉയർത്തിപ്പിടിക്കുക. മറ്റു ജില്ലകളിലേക്ക് പോകുന്നവർ ഇംഗ്ലീഷ്, ഹിന്ദി, അതുപോലെ തന്നെ തമിഴ്, കന്നഡ പത്രങ്ങൾ, തെലുങ്ക് പത്രം എല്ലാം ഓഫീസിലുണ്ട്. അതാത് ഭാഷാപത്രമാണ് വാങ്ങിച്ചുകൊണ്ട് പോയി പ്രേക്ഷിത വേല ചെയ്യേണ്ടത്. പത്രം വാങ്ങിക്കാതെ, കൂപ്പൺ വാങ്ങിക്കാതെ ആരും പോകരുത്. കൃപാസനം നേർച്ച വസ്തുക്കൾ അച്ഛൻ വെഞ്ചരിച്ചത് കൃപാസന ഗേറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അതാണ് കൃപാസനം നേർച്ച വസ്തുക്കൾ. നാട്ടുകാരുടെ വിൽപ്പന ചരക്കുകളൊന്നും കൃപാസനമായിട്ട് ബന്ധമുള്ളതല്ല. അത് കൃപാസനത്തിൻ്റെ ഗേറ്റിൻ്റെ പുറത്താണ്. അപ്പോൾ അത് കാര്യം എപ്പോഴും നമ്മൾ കൃപാസനം പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് വരുമ്പോൾ കൃപാസനത്തിൽ അച്ഛന് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out your Spirit. Touch the fire fingers, soak with the precious blood. Lord Jesus Christ, pour out your Spirit. The fire fingers, soak with the precious blood. I cast disease and would cause from you. By God the Father Almighty, who made heaven and earth as in the conday, that the devices power device weakens. Satan's attacks and machinations be dispelled and turn far from you. Let my blessing bring health in body and mind, peace and harmony in the family. I know the authority of the Catholic Church with the power of Jesus Christ, with the merits of the Holy Priesthood. I bless and hallow these relics, those who have grace and peace and power.